ഓം ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം, ഞാൻ വായിക്കാം. അപ്പത്തേക്കും മിനി ചേരുകയാണെങ്കിൽ മിനിക്ക് അനുഭവങ്ങൾ പറയാം, അല്ലേ? അങ്ങനെ ചെയ്യാം. സായിരാം. അതെ അതെ, അങ്ങനെ ചെയ്യാം. നമുക്ക് സമയം കളയാനില്ലല്ലോ. ഞാൻ പുസ്തകമൊക്കെ എപ്പോഴും റെഡിയാക്കി വെച്ചേക്കും. സ്വാമിയുടെ 11ാമത്തെ സത്യസായി വാണിയിലെ 11ാമത്തെ വാണിയിലെ ചാപ്റ്റർ നോക്കട്ടെ. 30ാമത്തെ ചാപ്റ്റർ പ്രേമത്തിൽ ജീവിക്കുക. അതാണ് നമ്മൾ വായിക്കാൻ പോണത്. അതിലൊരു ഭാഗമാണ് വായിക്കാൻ പോണത്. രസോ വൈസഹ, അവൻ മാധുര്യമാണ്. അതുകൊണ്ട് ഈ ജഗത്ത്, അവിടുത്തെ സൃഷ്ടി, ഭഗവാന്റെ കരവിരുത് അറിയുന്നവർക്ക് മധുരമായിരിക്കും. ജഗത്ത് ഈശ്വരന്റെ മഹിമയും ശക്തിയും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ ഈശ്വരനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യും. ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ 4 തലങ്ങളുണ്ട്. ഓരോ തലത്തെയും ഒരു ലോകം, നിങ്ങൾ എത്തുന്ന ഒരു സ്ഥലം എന്ന് വിളിക്കുന്നു. ഒന്നാമത്തേത് അവിദ്യാലോകം, അജ്ഞാനത്തിന്റെയും ഭ്രമത്തിന്റെയും സ്ഥലം. അവിടെ നിന്നും അത് നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ദുഃഖത്തിന്റെയും വേദനയുടെയും ശൃംഖലയാൽ പ്രേരിതനായിട്ട് നിങ്ങൾ യാത്ര ആരംഭിക്കുന്നു. രണ്ടാമത്തേത് വിദ്യാലോകമാണ്. അവിടെ നിങ്ങൾ വിജ്ഞാനമയ കോശത്തിലേക്ക്, അതായത് ബുദ്ധിയുടെ തലത്തിലേക്ക് ചുഴിഞ്ഞ് ഇറങ്ങുകയും സത്യവും അസത്യവും കഴമ്പും തോടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് ആനന്ദലോകമാണ്. അവിടെ നിങ്ങൾ ശാന്തിയുടെയും ശക്തിയുടെയും നിത്യമായ ഉറവിടത്തിന്റെ സൂചന ലഭിക്കുന്നതിനാൽ ആനന്ദത്തിൽ മുഴുകുന്നു. അവസാനമായി നിങ്ങൾ ഗോലോകത്തിൽ എത്തുന്നു. അവിടെ ഗോപാലൻ ഭരിക്കുന്നു. എല്ലാ ഗോക്കളും, അതായത് ഈശ്വരന്റെ അംഗങ്ങളായ ജീവികളാണ് സൃഷ്ടിയിലെ എല്ലാ ജീവികളും. പ്രേമസാഗരത്തിലെ തിരമാലകളായ പരമാനന്ദത്തിലും ജ്ഞാനപ്രകാശത്തിലും ഏകമായി തീരുന്നു. ഈശ്വരപ്രാപ്തിക്ക് വികാരങ്ങളെ കരുണയിൽ കുതിർക്കുക. പ്രേമമുണ്ടാകുന്നതുവരെ നിങ്ങൾക്ക് ഭഗവാനുമായി ബന്ധുത്വമുണ്ടെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. വെറും ആചാരപരമായ നിഷ്ഠ കൊണ്ടോ ആഡംബരപൂർവമായ ആരാധന കൊണ്ടോ ഉച്ചത്തിലുള്ള പ്രശംസ കൊണ്ടോ ഗോലോകത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവയെല്ലാം പ്രേമത്തിന്റെ നിധി പേടകത്തിന് മുമ്പിൽ വെറും കുപ്പയും തകരയുമാകുന്നു. പ്രേമമാണ് ജനനത്തിൽ നിന്നും മരണത്തിലേക്കും മരണത്തിൽ നിന്നും ജനനം ഇല്ലായ്മയിലേക്കും നയിക്കുവാൻ സഹായിക്കുന്ന പാലം. നിങ്ങൾ ജീവഭാവത്തിൽ നിന്നും ദേവഭാവത്തിലേക്ക് ഉയരുമ്പോൾ അവിടെ ജനനവും മരണവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഓരോ ജീവിയെയും തീവ്രമായി പ്രേമിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ച് ബോധവാനാകുന്നു. അപ്പോൾ
ഇത് സംഭവിക്കുന്നു. നിങ്ങളുടെ ഹൃദയം പ്രേമത്തിൽ കുതിക്കൂ. നിങ്ങൾക്ക് ഓരോ പ്രവൃത്തിയും ധർമ്മത്തിലായിരിക്കണം. വികാരങ്ങളെ കരുണയിൽ കുതിർക്കുക. അപ്പോൾ നിങ്ങൾ ഏകത്വം വേഗത്തിൽ ഈശ്വരനെ പ്രാപിക്കുവാനുള്ള ഏകത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. ശ്രീകൃഷ്ണൻ ഗോക്കളുടെ പോലും ദാസനായിരുന്നു. ഇപ്പോൾ അധികം ആളുകളും ക്ഷേത്രങ്ങൾക്ക് സമീപത്താണ്, പക്ഷേ ഈശ്വരനിൽ നിന്നും അതിവിദൂരത്തിലും. എന്തുകൊണ്ടെന്നാൽ ആരാധനാ സമയത്ത് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ നിങ്ങൾ കൃഷ്ണാർപ്പണം എന്ന് പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ മനസ്സ് ആചരിക്കുന്ന സമർപ്പണം തൃഷ്ണയാണ്. അതല്ലെങ്കിൽ അത് ഭാര്യയ്ക്കും കുട്ടികൾക്കുമുള്ള സമർപ്പണമായിരിക്കും. അത് അപൂർവമായി കൃഷ്ണന് വേണ്ടി ആയിരിക്കേയുള്ളൂ. ഈശ്വരൻ എല്ലായ്പ്പോഴും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് എല്ലാം നേടുന്നു. മനുഷ്യരൂപം സ്വീകരിക്കുക എന്നതും മനുഷ്യരുടെ മധ്യത്തിൽ അവരിൽ ഒരാളായി വളരുന്ന നിസ്സാര കർമ്മവും നടപ്പിലാക്കുന്നത് മനുഷ്യനെ സത്യത്തിന്റെ പാതയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. അവിടുന്ന് മനുഷ്യന് വിഭുവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും മഹത്വം വീക്ഷിക്കാനുമുള്ള അവസരം നൽകുന്നു. വിഭു യാതൊരു നിബന്ധിത പ്രേരണയും കൂടാതെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വിധത്തിലെങ്കിലും മനുഷ്യന് അതുപോലെ പ്രവർത്തിക്കുവാൻ പ്രേരണ ലഭിക്കട്ടെ എന്ന് കരുതിയാണ്. യമുനയിൽ അർജുനന്റെ കുതിരകളെ കഴുകിക്കൊണ്ടിരുന്ന ശ്രീകൃഷ്ണനെ വ്യാസമുനി കാണുവാൻ ഇടയായി. വിഭു മനുഷ്യനെ നേർവഴിയിൽ നയിക്കുവാൻ വേണ്ടി സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഈ കർത്തവ്യ നിർവഹണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ശ്രീകൃഷ്ണന്റെ അർജുനന്റെ സേവകൻ എന്ന ഭാവമാണ് എടുത്തത്. അപ്രകാരം എങ്ങനെയാണ് സേവനം നൽകേണ്ടതെന്ന് മനുഷ്യന് പഠിപ്പിക്കുകയും അവരുടെ പരമാധികാരത്തിലേക്ക് ഉയരണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്യുവാനായിരുന്നു ഈ വേഷം കെട്ടൽ. കൃഷ്ണൻ പശുക്കളുടെയും കിടാങ്ങളുടെയും പോലും സേവകനായിരുന്നു. ചെറിയ ഒരു ബാലനായിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണന്റെ ചരണകമലങ്ങൾ പുൽമേട്ടിലും മുള്ളിലും ചവിട്ടി നൊന്താലോ എന്ന് കരുതി 2 പാദരക്ഷകൾ ഉണ്ടാക്കാമെന്ന് അമ്മ യശോദ നിർദ്ദേശിച്ചു. പക്ഷേ കൃഷ്ണന് അത് സ്വീകാര്യമായില്ല. കൃഷ്ണൻ മറുപടി നൽകി, ഞാൻ ദിവസേന ദൂരെയുള്ള പുൽമേടുകളിൽ പശുക്കളെയും കിടാങ്ങളെയും തീറ്റുവാൻ പോകുമ്പോൾ അവയുടെ പുറകെ നടന്നാണ് പോകുന്നത്. അവയ്ക്ക് പാദരക്ഷകൾ ഇല്ലാത്തപ്പോൾ എൻ്റെ യജമാനന്മാരായ അവരുടെ മുന്നിൽ സേവകനായ ഞാൻ എങ്ങനെയാണ് പാദരക്ഷകൾ ധരിച്ചു നടക്കുക? ശ്രീകൃഷ്ണൻ പ്രേമസ്വരൂപം, പ്രകൃതം കരുണ. ഈ സുദൃഢമായ ബന്ധം മൂലം കന്നുകാലികൾക്ക് കൃഷ്ണനോട് വിശ്വസ്തതയും സ്നേഹവും ഉണ്ടായിരുന്നു. കംസൻ കൃഷ്ണനെ മധുരയിലേക്ക് ക്ഷണിച്ചപ്പോൾ അക്രൂരൻ മധുരയിൽ നിന്നും രഥം കൊണ്ടുവന്ന് കൃഷ്ണനെ അതിൽ കയറ്റി യാത്ര തിരിച്ചു. അപ്പോൾ പശുക്കളും തുള്ളിക്കളിക്കുന്ന കിടാങ്ങൾ പോലും ഈ വിരഹത്തിൽ കണ്ണുനീർ പൊഴിച്ചു. ആ ജന്തുക്കൾക്ക് അത്രയും ആത്മാർത്ഥമായ കൃഷ്ണ തൃഷ്ണ ഉണ്ടായിരുന്നു. മനുഷ്യന് മാത്രമാണ് അഹന്ത നിറഞ്ഞ തിന്മകളുടെ കൊടുങ്കാട്ടിലേക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നത്. മറ്റെല്ലാ ജന്തുക്കളും അവയ്ക്കായി നിർണയിച്ചിരിക്കുന്ന പാതയിലൂടെ എപ്പോഴും സഞ്ചരിക്കുന്നു. ഈശ്വരൻ മനുഷ്യരൂപം എടുക്കുന്നത് മനുഷ്യനെ കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് നിറയ്ക്കുവാനാണ്. മനുഷ്യൻ ഈശ്വരന്റെ ശക്തിയും വിവേകവും സൗന്ദര്യവും കാണുന്നു. സത്യം ശിവം സുന്ദരം. ആ കാഴ്ച അവന് സൗന്ദര്യത്തിനും നന്മയ്ക്കും സത്യത്തിനും വേണ്ടിയുള്ള ആകാംക്ഷയും തൃഷ്ണയും നൽകുന്നു. കൃഷ്ണൻ ലോകവുമായി ഇടപെട്ടത് ഒരു സിത്താറിനോട് എന്ന പോലെയാണ്. ലോകത്തെ ഹൃദയതന്തികളുടെ വിശ്വാസം, കരുണ, വാത്സല്യം, സ്നേഹം, ധീരത, മൈത്രി എന്നിവയുടെ സ്വരമാധുര്യം നിറച്ചുകൊണ്ട് അദ്ദേഹം ഓടക്കുഴലൂതി. പക്ഷേ ഇവയിൽ പ്രേമം, കരുണ എന്ന വികാരങ്ങൾ ഭഗവാന്റെ മാത്രമായ ഗുണമാണ്. ഭഗവാന്റെ ശ്വാസം തന്നെ പ്രേമമാണ്, പ്രകൃതം കരുണയും. വിഭുവിന്റെ കഴുത്തിൽ കണ്ണീർ കണങ്ങളുടെ ഹാരം ചാർത്തി അവിടുത്തെ ആരാധിക്കുക.
ഭഗവാന്റെ പ്രേമത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ആനന്ദ കണ്ണീരുകൊണ്ട് ആ തൃപ്പാദങ്ങൾ കഴുകുക. ആ വിധത്തിലുള്ള ആരാധന നിങ്ങളിൽ ഋഷിമാൻ അന്വേഷിക്കുന്ന വിവേകവും പുസ്തകങ്ങൾ പുകഴ്ത്തിപ്പറയുന്ന ആനന്ദവും ചൊരിയും. കൃഷ്ണൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രേമസ്വരൂപനെ ധ്യാനിച്ചുകൊണ്ട് പ്രേമത്തിൽ വളരുക. സഹജീവികളുടെ വിശപ്പിന്റെ വിലാപവും വേദനയും മനക്ഷോഭവും വ്യാകുലതയും കരച്ചിലും കേൾക്കുമ്പോൾ ഹൃദയം അലിയുകയും തരളമാവുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കർണങ്ങളിൽ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുകയില്ല. നിങ്ങൾ കൃഷ്ണനെ സ്നേഹനം അർപ്പിക്കുന്നതിൽ നിപുണനായിരിക്കാം, പക്ഷേ പ്രേമത്തിന്റെ ഈ താക്കോൽ ഇല്ലാതെ നിങ്ങൾ കൃഷ്ണൻ വസിക്കുന്ന ഗോലോകത്തിൽ പ്രവേശനം ലഭിക്കുകയില്ല. നിങ്ങൾ വർഷങ്ങളായി സ്വാമിയുടെ കൂടെയാണെന്നും സ്വാമിയുടെ സമീപത്താണെന്നും അവകാശപ്പെട്ടുകൊണ്ട് പ്രശാന്ത നിലയത്തിൽ താമസിക്കുകയായിരിക്കാം, പക്ഷേ സേവനത്തിലൂടെ പ്രകടമാകാത്ത പ്രേമം വളർത്താതെ നിങ്ങൾക്ക് എന്നെ അറിയുവാൻ സാധിക്കുകയില്ല. ഭഗവാൻ ശ്രീ സത്യസായി ബാബ സൈറാം. മിനി വന്നോ? മിനി ജോയിൻ ചെയ്തോ? ഇല്ല അല്ലേ? സൈറാം കേൾക്കാമോ ഞാൻ പറയണത്? സൈറാം. കേൾക്കാം. നെറ്റിന്റെ പ്രശ്നമുള്ള അപ്പൊ ഞാൻ അനുഭവം പറയാല്ലേ. ഭഗവാൻ നമ്മുടെ എത്ര ചെറിയ ആഗ്രഹങ്ങൾ, നമ്മളൊരു കുട്ടിയെ പോലെ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ പോലെ തമാശയോടെയും ഏതു സമയത്തും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടാവും. അതിനെനിക്കൊരു വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. ഞാൻ 2018 പെട്ടെന്ന് ബോംബെക്ക് പോകണ്ടേ. എൻ്റെ മകൻ ബോംബെയിലായിരുന്നു അന്ന്. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ പെട്ടെന്ന് ബോംബെക്ക് വരണം. അപ്പൊ തത്കാലിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. തൽക്കാൽ ടിക്കറ്റില് നമുക്ക് സീനിയർ സിറ്റിസന്റെ ഇളവൊന്നും കിട്ടില്ല, ഫുള്ളാണ് ചാർജ്. അപ്പൊ ഞാനൊരു ചെറിയൊരു പിശുക്കിയാണ്. അപ്പൊ ഞാൻ ഭഗവാനോട് പറഞ്ഞു, പിള്ളേര് പറഞ്ഞു, എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മ മര്യാദക്ക് സെക്കൻഡ് AC എടുത്ത് പൊക്കോളണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തേർഡ് AC ഇപ്പൊ സാധാരണ കമ്പാർട്ട്മെന്റ് പോലെയാണ്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞു. ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ സ്വാമിക്ക് ചിറ്റിട്ടു. ഞാൻ 2 ചിറ്റിട്ടു, തേർഡ് AC, സെക്കൻഡ് AC. സ്വാമിയും പറഞ്ഞു തേർഡ് AC. എനിക്ക് ചിറ്റ് തന്നത് തേർഡ് AC. അപ്പൊ ഞാൻ സ്വാമി എടുത്തു, സ്വാമി എന്തിനാ സ്വാമി ഇത്രയും പൈസ വെറുതെ കളയണത്? ഒരു രാത്രിക്ക് വേണ്ടി രാവിലെ അവിടെ എത്തും, വെറുതെ ഒരു രാത്രിക്ക് വേണ്ടി ഇത്രയും പൈസ ഒന്നും കളയേണ്ട ഒരു കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തേർഡ് AC എടുക്കും കേട്ടോ എന്ന് പറഞ്ഞു സ്വാമിയോട്. എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് തേർഡ് ACയുടെ ടിക്കറ്റ് എടുത്തു. 34ാമത്തെ നമ്പരായിരുന്നു തേർഡ് ACയില്. ആ പ്രശാന്ത് നിലയം സായിപ്പി നിലയത്തിൽ നിന്ന് ബോംബെക്ക് ട്രെയിൻ ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. അപ്പൊ ഞാൻ സായിപ്പി നിലയത്തില് നിന്ന് തേർഡ് ACയിൽ കയറി. അവിടെ കയറി എൻ്റെ 34 ടിക്കറ്റിന് അവിടെ ചെന്നപ്പോ എൻ്റെ സീറ്റിൽ ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്റെ സീറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന് അടുത്തുനിന്ന് ആൾക്കാർ തട്ടി വിളിച്ചു. അദ്ദേഹം ഉണർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്റെ സീറ്റാണല്ലോ എന്ന്. ഇപ്പൊ അയ്യോ മാഡം, ഇത് ഞാൻ ബോംബെന്നേ എന്റെ സീറ്റാണ്, കൺഫേംഡ് സീറ്റാണിത്. മാഡം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അപ്പൊ ഞാൻ അയ്യോ പക്ഷെ എന്റെ സീറ്റ് 34ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടി, 19 വയസ്സുള്ളൊരു മോൻ, അവൻ പെട്ടെന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു. അമ്മയുടേത് സെക്കൻഡ് ACയിലെ 18 നമ്പറാണ്. 18 ശ്രദ്ധിച്ചോളേ, സ്വാമിയുടെ നമ്പറാണ്, 9 വരും. 18 നമ്പറാണ് എന്ന് പറഞ്ഞു. അതാണെങ്കിൽ ബോഗി തേർഡ് ACന്ന് ഒരു 4-5 ബോഗിയുടെ അപ്പുറത്ത് ഒരുപാട് ദൂരം അകത്തുകൂടെ നടക്കണം. എൻ്റെ അടുത്ത് പെട്ടിയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ വിഷന്നായിട്ട് നിന്ന്. അപ്പൊ TTR വന്നു. അപ്പൊ TTR പറഞ്ഞു, അല്ല മാഡം, മാഡത്തിന്റെ സീറ്റ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. ചിലപ്പോ അങ്ങനെ ചെയ്യാറുണ്ട് അത്രേ. അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ സെക്കൻഡ് ACയിലോട്ട് പോയി, പൈസ കൂടുതൽ എടുക്കാതെ തന്നെ. തേർഡ് ACയില് പണം തന്നെ ആവശ്യമുള്ളൂ. അവര് തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവര് കൂടുതൽ പൈസ നമ്മുടെ അടുത്ത് ഈടാക്കില്ല. അപ്പൊ അവിടെ ഇരുന്ന 1-2 സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്, കൂടുതൽ പൈസ ഇല്ലാതെ തന്നെ മുകളിലത്തെ ക്ലാസ്സിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ ഭഗവാനോട് പറഞ്ഞു, സ്വാമി ഞാൻ അനുസരണക്കേട് കാണിച്ചു, എന്നാലും സ്വാമി ക്ഷമിച്ചു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യണം, അമ്മയ്ക്ക് ഈ ലഗേജും കൊണ്ട് അത്ര ദൂരം നടക്കാൻ പറ്റില്ല, ഞാൻ അമ്മയുടെ കൂടെ വരാം
എന്ന് പറഞ്ഞ് അവൻ എന്റെ ലഗേജ് ഒക്കെ തൂക്കി മുംബൈ പോയി. എന്ന് വെച്ചാൽ ഓരോരോ വാതിൽ തുറക്കണമല്ലോ, സിയിലൊക്കെ വാതിലുകളുണ്ടല്ലോ, രണ്ട് വാതിൽ തുറക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാ. അങ്ങനെ നടന്ന് എന്റെ സ്ഥലത്ത് പോയി. 18ാമത്തെ നമ്പറിൽ ഞാൻ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്ത് ബോംബെ പോയി. അങ്ങനെ ബോംബെ പോയി സുഖമായിട്ട് അവിടെ താമസിച്ചിട്ട് ഫെബ്രുവരിയിൽ ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ മകൻ എന്നെ കയറ്റി വിടുന്നു. എന്നിട്ട് കുറച്ച് ചെറിയ ജേർണി ആയതുകൊണ്ട് കൂടെ വരേണ്ട ആവശ്യമില്ല. 2018 അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമാണല്ലോ. അപ്പൊ അപ്പൊ എനിക്ക് ധൈര്യം കൂടുതലുള്ള സമയമാണ്, മുട്ടുവേദനയൊന്നുമില്ല. അങ്ങനെ എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടു. അപ്പൊ ഞാൻ ട്രെയിനിൽ കയറി സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പത്തേക്കും എൻ്റെ കൂടെ ഒറീസ എന്നുള്ളൊരു കപ്പിളാണ് എൻ്റെ കൂടെ. വേറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ താഴെ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒറീസയിൽ എന്നൊരു ഹസ്ബൻഡും വൈഫാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഞാൻ സ്വാമിയുടെ പുസ്തകം വായിക്കും. സംസാരിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ, വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കില്ല. അപ്പൊ ഞാൻ സ്വാമിയുടെ പുസ്തകം എടുത്ത് വായിച്ചു കൊടുത്തപ്പോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് കണ്ടപ്പം. അപ്പൊ അവര് പറഞ്ഞു, മാഡം പുട്ടപ്പർത്തിക്ക് പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാൻ പുട്ടപ്പർത്തിക്കാണ് പോണതെന്ന് പറഞ്ഞു. അപ്പൊ അവര് സ്വാമിയെ പറ്റിയും അവിടുത്തെ ദർശന സമയം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഞാൻ ഭഗവാനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തോട് സന്തോഷമായിട്ട് കുറേ സമയം ചെലവാക്കി. എൻ്റെ മനസ്സിലൊരു ഭീതിയുണ്ട്, കാരണം പുട്ടപ്പർത്തി രാവിലെ 4-4:30 മണിക്ക് ആണ് അത് എത്തുന്നത്. പുട്ടപ്പർത്തിയിലെ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാലോ, വിജനമാണ്. 4:30 മണിക്കൊക്കെ പൂർണ്ണമായിട്ട് വിജനമായിരിക്കും. അപ്പൊ എനിക്ക് സ്വാമി എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു ചെറിയ അങ്കലാപ്പുണ്ട്, കാരണം എല്ലാവരും ഉറങ്ങണ സമയമാണ്. അപ്പൊ നമ്മൾ ഈ പെട്ടിയും കുട്ടിയൊക്കെ എടുത്ത് താഴെ ഇറങ്ങണം, ആ കതവ് തുറക്കണം. അവിടെ താഴെ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു പരിഭ്രമം എനിക്കുണ്ടായി, ഒരു വിഷമം ഉണ്ടായിരുന്നു. തന്നെത്താനും സ്വാമി ഞാൻ തന്നെത്താനെ ഇറങ്ങി, അവിടെ വിജനമായിരിക്കും, പോർട്ടേഴ്സിനെ കിട്ടൂല, പ്രശാന്ത് നിലയത്തിൽ പോർട്ടേഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പൊ സ്വാമി എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണേ, സ്വാമി എന്നെ എൻ്റെ കൂടെ വരണേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് സ്വാമിയോട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് എനിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് രാത്രിയായപ്പം, പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ എത്തുന്നത്. ഇവര് യശ്വന്ത്പൂർ പോവാണ്, ഈ ഹസ്ബൻഡും വൈഫും. അപ്പൊ ആ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് അറിയാം ആന്റി, അറിയാമോ ആന്റി, ഞാൻ കൊച്ചിലേ തൊട്ട് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രശാന്ത് നിലയത്തിൽ പോകണമെന്ന്. കുഞ്ഞിലേ തൊട്ട്. ഒറീസക്കാർ ഒരുപാട് വരുന്ന സ്ഥലമാണ് പുട്ടപർത്തി. പക്ഷെ എനിക്ക് ഇതുവരെ പ്രശാന്ത് നിലയത്തിൽ പോകാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല. ഞാൻ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഇറങ്ങാം, ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ റിട്ടയറിംഗ് റൂമിൽ തന്നെ നിങ്ങൾക്ക് റൂം എടുക്കാം, സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ഓട്ടോ പിടിച്ച് 9 മണിയുടെ ഭജന അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് 10:30 മണിക്ക് ദർശനവും കഴിഞ്ഞ് ഭഗവാന്റെ സമാധി സ്പർശിച്ച ശേഷം പുറത്തിറങ്ങി ഭക്ഷണവും കഴിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി. 12:30 ഉള്ളൂ യശ്വന്ത്പൂരിലേക്ക് വേറൊരു ട്രെയിൻ ഉണ്ട് ആ സമയത്ത്. നിങ്ങൾക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ആ ട്രെയിനിൽ കയറി പോവാലോ എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി, ഇങ്ങനെ ഒരു അവസരം. ഇത് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന, കുട്ടിയിലേ തൊട്ടുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു തരാനാണ് മാഡത്തിനെ ഈ റൂമിൽ കൊണ്ടിട്ടത്. ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും ഒരേ സമയത്ത് ഭഗവാൻ കേൾക്കുകയാണ്. അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അവര് പുറത്തേക്ക് പ്രദർശിപ്പിക്കാത്ത ഒരാഗ്രഹമാണ്, പുട്ടപർത്തിയിൽ ഒന്ന് പോകണം, അവിടെ ഒന്ന് ദർശിക്കണം എന്നുള്ളത്. അപ്പൊ അവർക്ക് യശ്വന്ത്പൂരിൽ വൈകുന്നേരം എത്തിയാലും മതി, ഉച്ചയ്ക്കൊന്നും എത്തേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ട്രെയിൻ ഉണ്ടല്ലോ, 12:30 ട്രെയിനിൽ കയറിയാൽ അവർക്ക് 2-3 മണിക്കൂർ കൊണ്ട് യശ്വന്ത്പൂർ എത്താം, അത് മതി അവർക്ക്. സന്തോഷായി, എനിക്ക് സന്തോഷമായി. അവര് പറഞ്ഞു അമ്മ ആന്റി ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ കൂടെ വരാം ആന്റിയുടെ എന്ന് പറഞ്ഞ് താഴെ ഇറക്കി എൻ്റെ ലഗേജ് ഒക്കെ അവർ തന്നെ ക്യാരി ചെയ്ത് എനിക്ക് വേണ്ടി ടാക്സി വരും, ആ ടാക്സി കൊണ്ട് എന്നെ കയറ്റി വിട്ടിട്ട് അവര് പിന്നെ റിട്ടയർ റൂമിൽ റൂമൊക്കെ എടുത്ത് താമസിച്ച് ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ട് പോയ ശേഷം യശ്വന്ത്പൂർ തിരിച്ചെത്തിയ ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഭഗവാൻ ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് തന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമായി ആന്റി, അത് ഭഗവാന്റെ അനുഗ്രഹത്തിന് ആന്റി ഒരു ഉപകരണമായതും ഞങ്ങൾ ആന്റിയോടും താങ്ക്സ് പറയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ തമാശക്കാണെങ്കിലും ഭഗവാനെ ഞാൻ അനുസരിക്കണില്ല, എന്നോട് ക്ഷമിച്ചേക്കണേ, എൻ്റെ കൂടെ വരണേ എന്നൊക്കെ നമ്മൾ പറയുമ്പോ അതൊക്കെ ഭഗവാൻ എല്ലാം നമ്മളുടെ കേൾക്കുകയാണ്, നമ്മളുടെ കൂടെ തന്നെ. എന്ത് നമ്മൾ ആ ഒരു നിഷ്കളങ്ക ഭാവത്തോടുകൂടി ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തരും.
ഒരിക്കൽ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മ വളരെ പ്രായമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരുന്നു. അമ്മയ്ക്ക് ചെവി കേട്ടൂടാ, അച്ഛന് കണ്ണ് കണ്ടൂടാ. അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് വരാറില്ല. അതാണ് എനിക്ക് കോഴിക്കോട്ടുകാരെയൊക്കെ നല്ല പരിചയം. കാരണം ഞാൻ കോഴിക്കോടിന്റെ കൂടെ അവരുടെ കൂടെയാണ് എപ്പോഴും ഡ്യൂട്ടി ചെയ്യുക. അങ്ങനെ ഗംഗ, മാധുരി അവരൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്സാണ് ഞാൻ. ജോസ്നയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ ചേട്ടൻ തിരുവനന്തപുരത്തിന്റെ കൂടെ വരും, ഞാൻ ഈ കോഴിക്കോടിന്റെ കൂടെ വരും. അപ്പൊ എപ്പോഴും ഒറ്റയ്ക്കാ വരിക. അന്നൊക്കെ ചെറുപ്പമാണ്, 55 വയസ്സിനുള്ളിലാണ്. ഒറ്റയ്ക്ക് വരാനൊന്നും എനിക്ക് ഒരു പേടിയില്ല. കാരണം എനിക്ക് ഭഗവാന്റെ പ്രസൻസ് എൻ്റെ കൂടെ എപ്പോഴും അറിയാം. കാരണം ഒരാളെന്നെ ഒന്ന് കണ്ണുമിഴിച്ച് നോക്കുപോലും ഇല്ല. അവിടെയൊക്കെ എൻ്റെ ചുറ്റും ഒരു കവചമുള്ള പോലെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എത്ര ഒറ്റയ്ക്ക് സഞ്ചരിച്ചാലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. എൻ്റെ ലഗേജ് പോലും എനിക്ക് ചുമക്കേണ്ടി വരില്ല. ആരെങ്കിലും ആ സമയത്ത് എൻ്റെ കമ്പാർട്ട്മെന്റിലുണ്ടാവും, അവർ തന്നെ ചുമന്ന് തന്നെ എപ്പോഴും, എപ്പോൾ പുട്ടപർത്തി വന്നാലും. അതാണ് എൻ്റെ അനുഭവം. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങി പുട്ടപ്പത്തിന്ന് ബസ്സിൽ കയറി ബാംഗ്ലൂരേക്ക് പോവുകയാണ്. ഭയങ്കര മഴ തുടങ്ങി. അപ്പൊ ഞാൻ ബസ്സിലിരുന്ന് പറഞ്ഞു, ഈശ്വര, ഇത്ര സ്വാമി ഇങ്ങനെ മഴ പെയ്താൽ ഞാൻ എങ്ങനെ ഇറങ്ങും? ബാഗൊക്കെ ആയിട്ട് കുടയൊന്നും ഇല്ലല്ലോ സ്വാമി, നനഞ്ഞു കുളിരുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവിടുന്ന് പിന്നെ നമ്മൾക്ക് ആ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നടന്നു വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ. അപ്പൊ ഞാനിങ്ങനെ മലയാളത്തിലാണ് ഞാൻ എൻ്റെ ആത്മകഥം ഇത്തിരി ഉറക്കെയായിരുന്നു. സ്വാമി, ഞാൻ എങ്ങനെയാ പോവുക മഴയത്ത് എന്ന് പറഞ്ഞതും പുറകിൽ നിന്ന് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള രണ്ട് പേരിരിക്കുന്നുണ്ടായിരുന്നു, മലയാളീസ്. അവരും പുട്ടപർത്തിന്ന് വരുക. അവരെടുത്ത് എൻ്റെ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും വിചാരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പേര് രാമേന്ദ്രൻ നായരെന്നാ. അദ്ദേഹം കോട്ടയത്ത് കോപ്പറേറ്റീവ് കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അച്ഛന് നല്ല പരിചയം. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോ ശ്രദ്ധിക്കുകയാണ്, രാമേന്ദ്രൻ നായരുടെ അതേ ഛായയുള്ള ഒരു മുഖം. അപ്പൊ ഞങ്ങൾക്ക് കുട്ടി രാമേന്ദ്രൻ നായരുടെ മകളാണോ എന്ന് ചോദിക്കാൻ ഇങ്ങനെ ഒരു വെമ്പലുണ്ടായിരുന്നു. അപ്പോഴാണ് കുട്ടി മലയാളത്തിൽ സംസാരിക്കുന്നതും കൂടെ കേട്ടത്. കുട്ടി ആണോ എന്ന് ചോദിച്ചത്. അത് എൻ്റെ അച്ഛൻ രാമേന്ദ്രൻ നായരാണോ എന്ന് ഞാൻ പറഞ്ഞു. ഒന്നും പേടിക്കണ്ട കേട്ടോ, ഞങ്ങളുടെ രണ്ടുപേരെയും കുടയുണ്ട്, ഞങ്ങള് കൊണ്ടാക്കാം റെയിൽവേ സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും എൻ്റെ കൂടെ താഴെയിറങ്ങി. ഭയങ്കര കൊരിച്ചിരുന്ന മഴയായിരുന്നു അപ്പോഴും. അവരെ കുട പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ എങ്ങനെ നമ്മുടെ ഭഗവാനല്ലാതെ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ എങ്ങനെ സാധിക്കും? യാദർച്ഛ്യം എന്നൊരു കാര്യം ഭഗവാൻ നമ്മുടെ സായി ഡിവോട്ടീസിന്റെ ജീവിതത്തിൽ, സായി ഡിവോട്ടീസ് അല്ല, ലോകത്തുള്ള ഒരു ഭക്തന്റെ, ഏത് ജാതി മതമായിക്കോട്ടെ, ഒരു ഭക്തന്റെ ജീവിതത്തിലും യാദർച്ഛ്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം സ്വാമി പറയും ഇൻസിഡൻസ്. ഞാൻ പ്ലാൻ ചെയ്ത ഇൻസിഡന്റ് ആണ് സംഭവിക്കുന്നത്. നീ അത് യാദർച്ഛ്യമെന്ന് കരുതുന്നു, ആക്സിഡന്റൽ എന്ന് കരുതുന്നു, പക്ഷെ അല്ല, ഇൻസിഡൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ എൻ്റെ എല്ലാ വാക്കുകളും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. താങ്ക് യു സോ മച്ച്. വളരെ 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 ഭംഗിയായി കേൾക്കാനും. താങ്ക് യു സായിരാം. ధ్యానం అని కూర్చుంటారు. One sits in meditation. ఏది ధ్యానము? What is meditation? జీవితంలో సర్వము ధ్యానమే. In life, everything is meditation. ఆఫీసుకు పోతున్నావు, ఆఫీసులో పని చేస్తున్నావు. You go to the office and work there. అక్కడ ధ్యానం లేకపోతే ఆఫీస్ పని ఏ రీతిగా చేయగలవు? When you don't meditate on your work, how do you do that? ఈ ఆఫీసుకు పోయే సమయంలో కారును రోడ్ లోపల డ్రైవ్ చేసుకుని పోతున్నావు. While going to the office, you drive your way. డ్రైవ్ చేసే సమయంలో నీకు రోడ్డు పైన ధ్యానం లేకపోతే నువ్వు ఏ రీతిగా డ్రైవ్ చేయగలవు? While driving, if you don't concentrate, how do you think? ధ్యానం అంటే ఏమిటి? What is meant by meditation? Walking, talking, reading, writing, eating, everything is ధ్యానమే. Walking, talking, reading, writing, everything is meditation. అనగా ఒక్క విషయం పైన మనసును లగ్నం చేయటమే ధ్యానము అని. Meaning concentrating on one thing is ధ్యానం అంతా ఒక చదువు పైన. Student concentrates on study. తల్లి ధ్యానం అంతా బిడ్డల పైన. Mother concentrates on the child. గృహస్థుల ధ్యానం అంతా కుటుంబం పైన. Householder concentrates on family. కార్మికుని ధ్యానం అంతా కూడా మిషన్ల పైన. కర్షకుని ధ్యానం అంతా కూడా భూమి పైన. అట్టే ఒక్కొక్కరిది ఒక్కొక్క విధమైన ధ్యానంగా ఉంటుండాలి. Farmer concentrates on the field, like that each one concentrates on one aspect. కనుకనే అదే విధంగానే నీ యొక్క మనసును భగవంతుని పైన లగ్నం చేయి. Similarly, you concentrate on God. అంతేకాని
నిరంతరం కూడా ఏదో చేస్తున్నామనుకొని నీవు భగవంతుని పని చేయటం లేదని అనుకోకూడదు. While discharging your duty, you should never ఏ feel that పని you are not చేసినా serving ఇది God. భగవంతుని పని. Whatever you may do is God's service. ఈ విధంగా సర్వకర్మ భగవత్ ప్రీత్యార్థమని భావించు. You consider that all actions are offered to God. మన బంగారు పర్తి బాబా, మన బంగారు పర్తి బాబా, మన శృంగార వదన సాయి, మన శృంగార వదన సాయి, మన బంగారు పర్తి బాబా. అంతరయామి బాబా, మన సర్వాంతరామి సాయి, మన సర్వాంతరామి సాయి, మన సర్వాంతరామి సాయి, మన బంగారు బాబా, మన బంగారు పర్తి బాబా, మన శృంగార వదన సాయి, మన శృంగార వదన సాయి, మన బంగారు పర్తి బాబా. అంతరయామి బాబా, మన సర్వాంతరామి సాయి, మన సర్వాంతరామి సాయి, మన సర్వాంతరామి సాయి, మన బంగారు పర్తి బాబా. സായിരാം. സായി ഉപമ: നിങ്ങൾ പൂജ്യത്തെ 0 കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് 1 എന്നൊരു നമ്പര് കിട്ടുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പക്ഷേ ഒന്നും ബാക്കി വരാൻ പാടില്ല. ഒന്നും ബാക്കി വെക്കരുത്. കടം, രോഗം, ശത്രുക്കളോട് പക തുടങ്ങിയ ഒരു കാര്യത്തിലും ഈ ജനന മരണ ചക്രത്തിൽ ബാക്കി വെക്കുവാൻ ഒന്നും തന്നെ പാടില്ല എന്നാണ് വേദശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഏത് പ്രവൃത്തിയും പൂർണ്ണമായി ചെയ്തു തീർക്കുക. അത് വീണ്ടും ആവർത്തിക്കാൻ ഇടവരരുത്. നിങ്ങളുടെ സർവകർമ്മങ്ങളും ഈശ്വരപാദത്തിൽ അർപ്പിക്കുകയും കർമ്മങ്ങളിൽ മമത ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ കർമ്മഫലങ്ങൾ നിങ്ങളെ ബന്ധനസ്ഥരാക്കുകയില്ല. നിങ്ങൾ സ്വതന്ത്രരാകും, മുക്തരാകും, മോക്ഷം നേടും. ഭഗവാൻ സത്യസായി. സായിരാം. 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 സമസ്ത 10 പ്രാവശ്യം വത്സലേട്ടി പകരക്കാരായല്ലേ? എന്താ പക്ഷേ 10 പ്രാവശ്യം ഓക്കെ 10 പ്രാവശ്യം വത്സലേച്ചി പകരക്കാരനായി പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. ശരി. സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു, സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും